ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ കൂടെ ഞാൻ 2 ടീസ്പൂൺ തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. തൈര് ഇല്ലെങ്കിൽ ഒരു ലെമണിൻ്റെ ജ്യൂസ് ചേർത്താലും മതി. അതിൽ കുരുപ്പെടാതെ ശ്രദ്ധിക്കണം. ഇവയെല്ലാം കൂട്ടി നന്നായിട്ട് ചിക്കൻ മിക്സ് ചെയ്യുക. ലെമണോ തൈരോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. എൻ്റെ അടുത്ത് ലെമൺ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തൈരാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ നന്നായിട്ട് ചിക്കൻ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കുക. ഇതിൽ മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഞാൻ ചേർത്തിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് അതിൽ ചിക്കൻ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി മൊരിഞ്ഞ് വരും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്കിത് കോരിയെടുക്കാം.
കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇങ്ങനെ ഫ്രൈ ചെയ്താൽ ചിക്കൻ. നമ്മളെല്ലാവരും ചിക്കൻ ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തിടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി.